അതിനു മുമ്പുള്ള ആഴ്ചകൾ വിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കേട്ടത്. ഇന്ന് രാത്രി അല്പമായ മിനിറ്റുകൾ ദൈവാത്മാവിനെ കുറിച്ച് കേൾക്കുവാൻ പോവുകയാണ്. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും വല്ല വിധേനയും എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ദമസ്കോസിന്റെ പടിവാതിക്കൽ സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിൽ ഇറങ്ങി വന്ന് നീ ഉപദ്രവിക്കുന്നവനായ ക്രിസ്തുവാകുന്നു ഞാൻ എന്ന് പറഞ്ഞ് അവരെ വേർതിരിച്ച് ഹല്ലേലൂയ യൂദയുടെ തെരുവിൽ ഹല്ലേലൂയ പ്രൈസ് അനന്യാസിനെ കൊണ്ട് കരം വെച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് വേർതിരിച്ച ശുശ്രൂഷയിൽ നിൽക്കുന്ന പൗലോസ് പറയുകയാണ്, ഞാനിപ്പോഴും ആയിട്ടില്ല ഒന്നും, ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ വീണ്ടും എനിക്കറിയണം. പ്രൈസ് ദി ലോർഡ്. അവനിൽ എനിക്ക് ഇരിക്കണം, അവന്റെ മരണത്തോട് അനുഭവപ്പെടണം. എങ്ങനെയാണ് മരണത്തോട് അനുഭവപ്പെടുന്നത്? ജലസ്നാനത്തിൽ കൂടാണ് മരണത്തോട് അനുഭവപ്പെടുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പഴയ മനുഷ്യനെ ക്രൂശിച്ചിട്ട് പുതിയ മനുഷ്യൻ നമ്മിൽ നിന്ന് ഉയർക്കണം. പുതിയ ചിന്താഗതികൾ, പുതിയ തീരുമാനങ്ങൾ, പുത്തൻ മനുഷ്യൻ നമ്മിൽ നിന്ന് ഉയർത്തുകയാണ്, അല്ലേ? അതാണ് സ്നാനം. പഴയ മനുഷ്യൻ ക്രൂശീകരിക്കപ്പെടുക അതൊരിക്കലായി സംഭവിക്കുന്നതല്ല, അത് ദിനംതോറും സംഭവിക്കേണ്ട കാര്യമാണ്. നാം ഈ ജനത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ ഇടയ്ക്കൊക്കെ തലപൊക്കും. ആ പഴയ മനുഷ്യനെ കൊന്നുകളയേണ്ടത്, പഴയ മനുഷ്യനെ മരിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പഴയ മനുഷ്യനെ ക്രൂശീകരിക്കുക, മരിപ്പിക്കുക. അവനിൽ ഇരുന്നുകൊണ്ട് അവന്റെ മരണത്തോട് അനുഭവപ്പെടുക, കർത്താവിന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ തിരിച്ചറിയുക, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കുക. ഇങ്ങനെ വല്ല വിധേയം മരിച്ചവന്റെ ഇടയിലുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാനെല്ലാം ഉപേക്ഷിച്ചു. ഓക്കെ, ശ്രദ്ധിക്കേ, നമ്മുടെ ആഗ്രഹം നമ്മളിപ്പോ ഒരു വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലൊരു വാഹനം മേടിക്കണമെന്നാണ്. ഒരിടത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കണമെന്നാണ്, അല്ലേ? ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടൊന്ന് 2 നിലയാക്കണമെന്നാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പോ സ്വത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വർദ്ധിപ്പിക്കണമെന്നാണ്. നമ്മുടെ അകത്ത് ഇതൊക്കെ ആഗ്രഹം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ഉള്ളതൂടെ, അല്ലെ? കപ്പലിന്റെ മുതലാളിയായിരുന്നു, യമാനയിലെ വാദപീഠത്തിൽ നിന്ന് പഠിച്ച മനുഷ്യനായിരുന്നു, എല്ലാ സമ്പത്തുമുള്ള മനുഷ്യൻ പറയാണ്, ഞാൻ ഉള്ളതൂടെ ഉപേക്ഷിച്ച് അതൂടെ വേസ്റ്റ് എന്ന് ചപ്പന്ന ചവറെന്ന് എണ്ണുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ലക്ഷ്യം വിട്ടുപിരിഞ്ഞ കർത്താവിനോട് കൂടി ആയിരിക്കുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഉള്ളവൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. നമുക്ക് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മേടിക്കണം, വാങ്ങണം, അല്ലേ എന്ന് ആഗ്രഹമുള്ളവരാ, എങ്ങനെ കൂട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവരാ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം എനിക്ക് പ്രാപിക്കണം. എന്റെ ലക്ഷ്യം ദൈവത്തിന്റെ ആ കഷ്ടാനുഭവങ്ങളോടുള്ള കൂട്ടായ്മയാണ്. എന്റെ ലക്ഷ്യം പുനരുത്ഥാനത്തിന്റെ ശക്തിയെ തിരിച്ചറിയുകയാണ്. എന്റെ ലക്ഷ്യം അവനിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഇത് പൗലോസിന്റെ ലക്ഷ്യം മാത്രമാകരുത്, ദൈവസഭയുടെ ലക്ഷ്യവും ഇതായിരിക്കണം. ആരോഗ്യം നാം ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് നന്മകളുണ്ട്, ഒക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ അകത്ത് അവനോട് കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇനിയും ഒരു ശ്രേഷ്ഠ പുനരുത്ഥാനം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പൂടെ നടക്കാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മുടെ പഴയ മനുഷ്യനെ അനുദിനം ക്രൂശിച്ച് മരിപ്പിച്ച് ഒരു പുതുക്കത്തിൽ നടക്കുവാൻ നാം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. രാത്രിയുടെ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ ജീവിക്കുന്നതിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ ആഴ്ചയിലൊരിക്കലൊന്ന് അന്യഭാഷയിൽ ആരാധിച്ച് നല്ല പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി പോകുവാൻ മാത്രമുള്ളതല്ല. പരിശുദ്ധാത്മാവ് ഭാഷാവരങ്ങൾ കൊണ്ട് നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടി മാത്രമുള്ളതോ അല്ല. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കേണ്ട ആവശ്യകതയുണ്ട്. എങ്ങനെ നടക്കുവാൻ കഴിയും? ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ
ചെയ്യുന്നതിന് മുമ്പ് ഒരു ശബ്ദം നിങ്ങൾ കേൾക്കും, അരുത്. Praise the Lord. ചെയ്യാൻ പാടില്ല, തെറ്റാണത്. ഒരു ശബ്ദം, അത് നമ്മുടെ മാതാപിതാക്കളോട് പറയുന്നതല്ല, ഭാര്യയോ ഭർത്താവോ പറയുന്നതല്ല, കുഞ്ഞുങ്ങൾ പറയുന്നതല്ല. നമ്മോട് കൂടെ നടക്കുന്ന ഒരുവൻ, കാര്യസ്ഥനായിരിക്കുന്ന ഒരുവൻ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ഒരുവൻ, ആത്മാവിൽ നമ്മെ നിറയ്ക്കുക മാത്രമല്ല, അന്യഭാഷകൾ ആരാധിപ്പാൻ ബലം തരിക മാത്രമല്ല, പാപം കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടതിന്, ഒരു ന്യായവിധി ഉണ്ട് എന്ന് പറയേണ്ടതിന്, നീതിയെ കാണിച്ചു തരേണ്ടതിന്, നീതി അല്ലാത്തൊരു പ്രവൃത്തി നാം ചെയ്താൽ തെറ്റ് എന്ന് പറയുവാൻ നമ്മോട് കൂടെ തൃത്വത്തിൽ ഒരുവൻ, കാര്യസ്ഥനായ സഹായകനായ പാരക്ലീറ്റസ് ആയ ഒരുവൻ നമ്മോട് കൂടെ നടക്കുന്നുണ്ട്. ദൂതന്മാർ നമ്മുടെ സംരക്ഷണത്തിലുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഒരുവൻ നമ്മോട് കൂടെ നടക്കുന്നുണ്ട്. തൃത്വത്തിൽ ഒരുവന്റെ ശബ്ദം ഓരോ നിമിഷവും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുകയാണ്, അവനെ അനുസരിച്ച് നടന്നാൽ, ആത്മാവിന്റെ ശബ്ദം കേട്ടാൽ ജഡത്തിന്റെ മോഹം നിവർത്തീകരിക്കപ്പെടുവാൻ പറ്റുകയില്ല. താഴോട്ട് വായിക്കുന്നത് അവിടെ ഒരു വലിയൊരു ഹിന്റ് അപ്പോസ്തലൻ കൊടുത്തിരിക്കുന്നത് ശക്തമായ ഒരു ഇതാണ്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിലാശം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമാണ്. എന്റെ അകത്ത് പാപം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ, എന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാതെ വണ്ണം ഒരാത്മനിറവ് എന്റെ അകത്തുണ്ടെങ്കിൽ, ഒരാത്മ സാന്നിധ്യം എന്റെ അകത്തുണ്ടെങ്കിൽ, അത് ജഡത്തിന് വിരോധമായി നിൽക്കുന്നതാണ്. ജഡം ആത്മാവിനും ആത്മാവ് ജഡത്തിനും വിരോധമാണ്. ജഡത്തിന്റെ ചിന്ത ആത്മാവിന്റെ ചിന്തയ്ക്കും, ആത്മാവിന്റെ ചിന്ത ജഡത്തിന്റെ ചിന്തയ്ക്കും വിരോധമാണ്. അതുകൊണ്ട് ആത്മാവിന്റെ ചിന്തയിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എളുപ്പമുള്ള കാര്യമല്ല. ആഴ്ചയിൽ ഒരിക്കലും ആരാധിച്ച് 2 മണിക്കൂർ ദിവസം ഇരുന്നിട്ട് മടങ്ങി പോകുന്നത് നാം ഈ ലോകത്തിലേക്കാണ്, നമ്മുടെ പഴയ സാഹചര്യത്തിലേക്കാണ്, പഴയ ജോലി സ്ഥലത്തേക്കാണ്, പഴയ കൂട്ടുകാരികളുടെയും കൂട്ടുകാരുടെ അടുത്തേക്കാണ്, പഴയ സാഹചര്യങ്ങളിലേക്കാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ സംസാരം, നമ്മുടെ ചിന്ത, നമ്മുടെ നോട്ടം ഈ ലോകത്തിലേക്ക് ഇഴകിച്ചേരാൻ സാധ്യതയുണ്ട്. സമയത്ത് പറഞ്ഞല്ലോ, പ്രപഞ്ചമോഹങ്ങൾ ഉണ്ടാകുന്ന, ഭക്തികേടുകൾ ഉണ്ടാകുന്ന, എന്തിന് നാം കൊണ്ടു നടക്കുന്ന മൊബൈലിനകത്ത് ഒറ്റ ക്ലിക്കിൽ ഭക്തികളിലേക്ക് പോകുവാൻ കഴിയുന്ന, പ്രപഞ്ചമോഹങ്ങളിലേക്ക് പോകുവാൻ കഴിയുന്ന എല്ലാം നമ്മുടെ അടുത്ത് തന്നെ ഉള്ളപ്പോൾ ദൈവം പറയുകയാണ്, എന്നെ അനുസരിച്ച് നടപ്പി. എപ്പോൾ മാത്രം? ആരാധനയ്ക്ക് വരുന്ന ആഴ്ചയിലെ 2 മണിക്കൂർ അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിയുടെ സമയത്ത് മാത്രമാണോ? അല്ലേ, അല്ല. എല്ലാ സമയത്തും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരുവൻ മാത്രമേ ജഡത്തിന്റെ മോഹം നിവർത്തീകരിക്കാതെ ഇരിക്കുകയുള്ളൂ. എപ്പോഴെങ്കിലും ജഡത്തിന്റെ ഇഷ്ടം നിവർത്തീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആത്മസാന്നിധ്യത്തിൽ നിന്ന് നാം പോയിരിക്കുന്നു, പ്രാർത്ഥനയിൽ നിന്ന് പോയിരിക്കുന്നു, വചനധ്യാനത്തിൽ നിന്ന് പോയിരിക്കുന്നു, അഭിഷേകത്തിൽ നാം വീണിരിക്കുന്നു. അതുകൊണ്ട് ഭാരപ്പെടുന്ന കാര്യമില്ല, മടങ്ങി വരാൻ പറ്റും. ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ, അവന്റെ കൃപ പ്രാപിപ്പാൻ, ശക്തി പ്രാപിക്കാൻ, അഭിഷേകം പ്രാപിപ്പാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞ പ്രാർത്ഥന ഒക്കെ സത്യത്തിൽ കുറവാണ്. തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് സമയങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിരാശയോടെ, ഭാരത്തോടെ ഒക്കെ ഒരു സമയം ഇരിക്കുമ്പോൾ പെട്ടെന്ന് റൂമിലേക്ക് കയറി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഭിഷേക ശക്തി വെളിപ്പെടും, ഒരു അധികാരം വെളിപ്പെടും. ഗോലിയാത്തിനെ തകർത്ത് കളയാൻ ദാവീദിന് തോന്നിയ പോലത്തെ ഒരു ധൈര്യം അകത്ത് തോന്നും. അപ്പൊ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ധൈര്യം വ്യാപരിക്കും, അഭിഷേകത്തിന്റെ നിറവിൽ ഒരു ധൈര്യം വ്യാപരിക്കും. ജഡത്തിന്റെ ശക്തികളോട് നമുക്കൊരു വിരക്തി തോന്നും, ഒരു ദേഷ്യം തോന്നും, ഒരു പക തോന്നും. ആ രീതിയിൽ ആത്മാവിൽ നിറയാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തീകരിക്കാതിരിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് രണ്ടും പ്രതികൂലമാണ്. നിങ്ങൾ ഇച്ഛിച്ചാൽ പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത് പ്രതികൂലമാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കിയേ, എനിക്ക് ആഗ്രഹമുണ്ട് തെറ്റ് ചെയ്യണമെന്ന്, ഒരു പാപം ചെയ്യണമെന്ന് അകത്ത് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്നുണ്ട്. എന്റെ ആത്മാവിന്റെ അഭിഷേകം അത് ചെയ്യാൻ എന്നെ സമ്മതിക്കാതെ വണ്ണം ആ നിലയിൽ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തീകരിക്കാതെ ആത്മസാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കണം. Praise the Lord. Hallelujah. ഇത് കണ്ടിന്യൂസ് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള പ്രാക്ടീസിൽ കൂടെ നടക്കുകയുള്ളൂ. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഗലാത്യർക്കെതിരെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 24-25 വാക്യങ്ങൾ പരിചയമുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുയേശുവിനുള്ളവർ
അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്പോൾ ആത്മാവിലുള്ള നടപ്പ് പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആത്മാവിലുള്ള ആരാധന നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ആത്മാവിലുള്ള നടപ്പ് അത്ര എളുപ്പമല്ല, ആരാധിക്കുന്നത് പോലെ എളുപ്പമല്ല. ആത്മാവിലുള്ള നടപ്പ് ശീലത്തിൽ കൂടെ കണ്ടിന്യൂസ് ആയ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള ദൈവശബ്ദം കേട്ടുകൊണ്ടുള്ള നടപ്പിൽ കൂടെ സാധ്യമാകുള്ളൂ. അതുകൊണ്ടാണ് ആത്മാവിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ തന്നെ നടക്കണമെന്നുള്ള ദൂത് അപ്പോസ്തലൻ അവിടെ എഴുതുവാൻ കാരണമായി തീർന്നത്. 1 തിമോഥെയോസിന്റെ 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ നാം ധ്യാനിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഓടിച്ചൊന്ന് വായിച്ചു പോവുകയാണ്. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. തിമോഥെയോസിനോട് പറയാ, വേറെ ഒരു ബിസിനസ് പാടില്ല. ഇത് തിമോഥെയോസിനോട് മാത്രം പറഞ്ഞ ദൂതല്ല, നമ്മളോട് പറഞ്ഞ ദൂതാണ്. ആത്മസാന്നിധ്യം അനുഭവിച്ച് ദൈവവചനം വായിച്ച് ദൈവസാന്നിധ്യം അനുഭവിക്കുക അല്ലാതെ വേറെ ഒരു ബിസിനസ്സും ക്രിസ്ത്യാനികൾക്കില്ല, സത്യമായ ദൈവത്തെ ആരാധിക്കുന്നവർക്കില്ല. പാടില്ല. തിമോഥെയോസ് പറയാണ്, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകണം. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, ഈ സഭയിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ഉണർവ്, ദൈവത്തിന്റെ സാന്നിധ്യം ഈ പട്ടണത്തിൽ പ്രസിദ്ധമാണ്. ഈ പട്ടണത്തിൽ പ്രസിദ്ധമായി തീരണമെന്ന് ചെയ്യണം, നീ അതിൽ തന്നെ ഇരിക്കണം. ആ സാന്നിധ്യത്തിൽ തന്നെ ഇരിക്കണം. അതിനകത്തു നിന്ന് പോകരുത്. അത് കരുതുക, അതിൽ ഇരുത്തുക. മാത്രമല്ല, പ്രവചനത്താൽ ദൈവം നിന്നോട് സംസാരിച്ച ആത്മീയ ദൂതുകളുണ്ട്. ആ കൃപാവരങ്ങളെ നീ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക. ദിനംതോറുമുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇത് ജ്വലിപ്പിക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, നമ്മളെല്ലാം തിരക്കുള്ളവരാ, ജോലിയും തിരക്കൊക്കെ ഉള്ളവരാ. പക്ഷേ ദിനംതോറുമുള്ള വ്യക്തിപരമായ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമേ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ തിമോഥെയോസിനോട് വീണ്ടും 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് എന്റെ കൈവപ്പിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. സാഹചര്യങ്ങളുടെ മുമ്പിൽ ഭയപ്പെട്ടു പോകരുത്. ജോലി ഒരു പ്രയാസമുണ്ടായ ഭയപ്പെട്ടു പോകരുത്. വിസ ഒരു പ്രയാസമുണ്ടായ ഭയപ്പെട്ടു പോകരുത്. ഒരു രോഗം വന്നാൽ ഭയപ്പെട്ടു പോകരുത്. ഇപ്പോൾ നാം കണ്ടതുപോലെ ഒരു ആക്സിഡന്റ് വന്നാൽ ഭയപ്പെട്ടു പോകരുത്. ഭീരുത്വത്തിന്റെ ശക്തി മാറട്ടെ. സുബോധത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, സ്നേഹത്തിന്റെ ശക്തി, ആ ആത്മാവിനാലാണ് ദൈവം നമ്മെ നിറയ്ക്കുന്നത്. അതുകൊണ്ടാണ് 5-ാം അധ്യായം ആ വാക്യങ്ങൾ വായിച്ച് ഞാൻ പ്രവർത്തിക്കുവാൻ പോകുന്നതാണ്. 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് നമ്മൾ ആരും വീഞ്ഞു കുടിച്ച് മത്തരാകാറില്ല. എന്നാൽ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന ഒരാളെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരുവൻ വീഞ്ഞു കുടിച്ച് മത്തനാകുന്നതിനോട് സമമായിട്ടാണ്. അവന്റെ ശരീരഭാഷ, വീഞ്ഞു കുടിച്ചവന്റെ ശരീരഭാഷ മാറും. അവന്റെ ബോധം അവന്റെ കൺട്രോളിൽ അല്ലാതായി മാറും. എന്നാൽ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവൻ ആത്മീയ വീഞ്ഞ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യണമെന്നാണ് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. വീഞ്ഞു കുടിച്ചൊരുവൻ മത്തനായി അവന്റെ സുബോധം നഷ്ടപ്പെട്ട് അവന്റെ ശരീരത്തിന്റെ നിയന്ത്രണം അവന് നഷ്ടമാകുന്നത് പോലെ ആത്മാവിൽ നിറഞ്ഞ ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടമാകണം. ആഗ്രഹമുണ്ടോ? ആദിമ സഭയിൽ ഈ യഹൂദന്മാരൊക്കെ ഓടിവന്ന് ചോദിച്ച ചോദ്യമുണ്ട്. നിങ്ങൾ എന്താ ഈ 3-ാം മണി നേരത്തെ നിങ്ങൾ ഇങ്ങനെ മത്തരായി നടക്കുന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന കാര്യം, അത്രയ്ക്കുള്ള ആത്മസാന്നിധ്യം അവരുടെ ശരീരത്തെ സ്പർശിക്കുന്ന ആത്മസാന്നിധ്യം അവിടെ വെളിപ്പെട്ടതുകൊണ്ട് വെറുതെ എന്റെ ഭാഷകൾ മാത്രം സംസാരിച്ചത് ഇരുന്നെങ്കിൽ ആ ചോദ്യം വരത്തില്ലായിരുന്നു. വീഞ്ഞു കുടിച്ചവരെ പോലെ മത്തരായവരെ പോലെ അവരുടെ ശാരീരിക ഭാഷ മാറിയത് കൊണ്ടാണ് അവരോട് ആ ചോദ്യം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ആ ലോകത്തിന്റെ വീഞ്ഞു കുടിച്ച് മത്തരായവരെ പോലെ അതാതെ ആത്മാവിൽ നിറഞ്ഞ് മത്തുപിടിക്കുക. ആഗ്രഹമുണ്ടോ? ആത്മാവിൽ നിറഞ്ഞ മത്തരാകുക. എങ്ങനെ ആത്മാവിൽ നിറഞ്ഞ മത്തരാകാൻ കഴിയും എന്നവിടെ എഴുതിയിട്ടുണ്ട്.